ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ സ്നോ സ്റ്റോം ആയിരുന്നു ഇത്. സ്നോ സ്റ്റോം എന്ന് പറയുമ്പോൾ ഹെവി സ്നോയും കൂടെ ശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസങ്ങളിലായിട്ട് 25 സെൻറ്റിമീറ്റർ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിലെല്ലാം ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ വീടിന് മുന്നിൽ കാണുന്ന ഈ മഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഞ്ഞാണ്. നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. റോഡ് ഏതാ, നമ്മൾ നടക്കുന്ന വഴി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായിരുന്നത്. വിൻ്റർ സമയത്ത് സാധാരണയായിട്ട് 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ മഞ്ഞ് പെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ റോഡിലെയും വഴികളിലൊക്കെ സ്നോ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകതരം വണ്ടികൾ വന്ന് സ്നോ റിമൂവ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് നമ്മുടെ സ്ട്രീറ്റിലോട്ടൊക്കെ വന്നിട്ട് സ്നോ റിമൂവ് ചെയ്ത് കളഞ്ഞത്. ഈ ചീറിപ്പാഞ്ഞ് വരുന്ന വണ്ടിയാണ് സ്നോ പ്ലോ. ഈ വലിയ വണ്ടികൾ ആദ്യം സ്നോ റിമൂവ് ചെയ്യുന്നത് ഹൈവേകളിലാണ്. സ്നോ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോൾട്ടും റോഡുകളിൽ വിതറിയാണ് ഈ വണ്ടിയുടെ ഒരു പോക്ക്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ഈ വണ്ടിക്കകത്ത് നീല നിറത്തിൽ കാണുന്നതാണ് സോൾട്ട്. ഇനി അടുത്തതായിട്ട് ഒരു കുഞ്ഞൻ സ്നോ പ്ലോ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന കുഞ്ഞൻ വണ്ടിയാണ് പാർക്കിനുള്ളിലെ സ്നോയൊക്കെ റിമൂവ് ചെയ്യുന്നതും പിന്നെ നമ്മൾ നടക്കുന്ന വഴികളിലെ സ്നോ റിമൂവ് ചെയ്യുന്നതും. കുഞ്ഞൻ വണ്ടികളും സ്നോ റിമൂവൽ ചെയ്യുക മാത്രമല്ല സോൾട്ടും വിതറിയാണ് ഇവരുടെയും പോക്ക്. ഈ കാണുന്ന മഞ്ഞൊക്കെ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഞ്ഞാണ്. ഈ മഞ്ഞൊക്കെയാണ് ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ അന്നത്തെ ദിവസം ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ സ്നോ റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ല. ഞാനിപ്പോൾ കാണിച്ച വണ്ടികളെല്ലാം 2-3 പ്രാവശ്യം ഈ വഴികളിലൂടെയൊക്കെ പോയി സ്നോ റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി പോയ വഴിയിലൊക്കെ ഇങ്ങനെ സോൾട്ട് വിതറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. റോഡിലൊക്കെ സ്നോ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നില്ലേ. ഇനി നമ്മുടെ വീടിന് മുന്നിലുള്ള സ്നോയൊക്കെ ആര് റിമൂവ് ചെയ്യും? അത് നമ്മൾ തന്നെ റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ വീടിന് ഫ്രണ്ടിലുള്ള സ്നോയൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യമൊക്കെ സ്നോ കോരിക്കളയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ തളരും. 10 സെൻറ്റിമീറ്ററൊക്കെ പെയ്തിട്ടുള്ള മഞ്ഞാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ സ്നോ ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഏകദേശം 30 സെൻറ്റിമീറ്ററോളം ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ സ്നോ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നേരം ബ്രേക്ക് എടുത്തൊക്കെയാണ് ഞങ്ങൾ ഈ സ്നോ റിമൂവ് ചെയ്ത് കളഞ്ഞത്. പിന്നെ അന്നത്തെ ദിവസം ഫുൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സ്നോ നിന്നിട്ട് നമുക്ക് എല്ലാ സ്നോയും കോരിക്കളയാമെന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ല. കാരണം രാവിലെ മുതൽ രാത്രി വരെ ഈ ഒരു കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്, തണുപ്പ് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്, ഫ്രീസിങ് റെയിൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പോയി സ്നോ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്നോ അവിടെ കിടന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കോരിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് 25 സെൻറ്റിമീറ്റർ വീതം മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ കോരുന്ന മഞ്ഞ് ഏകദേശം 30 സെൻറ്റിമീറ്ററോളം പെയ്ത മഞ്ഞാണ്. ഈ ഒരൊറ്റ ദിവസം 3 പ്രാവശ്യമാണ് ഞങ്ങൾ പുറത്ത് പോയി സ്നോ റിമൂവ് ചെയ്ത് കളഞ്ഞത്. ഞാൻ കാനഡയിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യത്തെ ഹെവി സ്നോ സ്റ്റോമാണിത്. മഞ്ഞ് പെയ്യുന്നത് കാണാനും മഞ്ഞ് തോടിച്ചാടി കളിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഹെവി സ്നോഫോൾ വരുന്ന ദിവസം ഈ ഒരു മഞ്ഞ് കോരിക്കളയൽ ഒരു വലിയൊരു ടാസ്ക്കാണ്. മഞ്ഞ് കോരി തളർന്ന് പണ്ടാരമടങ്ങി. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് മഞ്ഞ് വെറുത്തുപോയി. ഈ മഞ്ഞുമല കണ്ടോ? അങ്ങനെ എല്ലാവരുടെ വീട്ടിലും സ്വന്തമായിട്ട് ഓരോരോ ഹിമാലയ പർവ്വതങ്ങൾ രൂപപ്പെട്ടു.
നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് സ്നോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും സ്നോ കിട്ടിയതല്ലേ, കുറച്ച് ഫണ്ണൊക്കെ വേണ്ടേ. അങ്ങനെ ഞാനൊരു സ്നോ ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ടണലാണോ ഗുഹയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ടണൽ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അന്നത്തെ ദിവസം മഞ്ഞുമായിട്ടൊരു യുദ്ധം തന്നെയായിരുന്നു. മഞ്ഞ് കോരി തീരുന്നു, മഞ്ഞ് പെയ്യുന്നു, മഞ്ഞ് കോരുന്നു, വീണ്ടും മഞ്ഞ് പെയ്യുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. റൂഫിലൊക്കെ നന്നായിട്ട് മഞ്ഞ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഈ ഒരു മഞ്ഞിൻ്റെ കൂന വലുതായി വലുതായി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ വീടിന് പുറകു വശത്തുള്ള മഞ്ഞാണ്. മതിലിൻ്റെ പകുതി വരെ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ മഞ്ഞൊന്നും കോരി കളഞ്ഞിട്ടില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരാഴ്ച കൊണ്ട് എത്രത്തോളം മഞ്ഞാണ് പെയ്തിട്ടുള്ളതെന്ന്. സ്നോ സ്റ്റോമിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്